ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി സുധിയെ ഉറക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ ആണെങ്കിൽ വിളിച്ചുണർത്തി കഥ പറയാമെന്ന് പറയുമ്പം അച്ഛനാണെങ്കിൽ എനിക്കിപ്പോൾ ഇതിൻ്റെ കഥയൊന്നും കേൾക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കം വരികയാണെന്നും പറഞ്ഞ് അദ്ദേഹം കയറി അങ്ങ് കിടന്നു. നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു. ഇതേ സമയത്ത് സുധിയെ അവിടെ ഇട്ട് അടിക്കലും ഇടിക്കലും തൊഴിക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചി ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സുധിയുടെ ഉറക്കം മൊത്തത്തിൽ പോയി. അച്ഛനെ വിളിച്ചെഴുന്നേപ്പിക്കാൻ നോക്കിയപ്പോൾ ആണെങ്കിലോ അച്ഛൻ നല്ല ഉറക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇരിക്കുക. ആ ഒരു സമയത്ത് ചന്ദ്രമതി രേവതി ഉറങ്ങിയോന്നാണ് നോക്കുന്നത്. രേവതി ഇങ്ങനെ ഉറങ്ങി എന്നുള്ള രീതിയിൽ തന്നെ കിടക്കുമ്പോഴത്തേക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ ചന്ദ്ര. അപ്പോഴാണ് ശ്രുതി അവിടുന്ന് കയറി വരുന്നതും വാതിൽ അടയ്ക്കുന്നതും. അപ്പോൾ ആൻറ്റി ഞാൻ താഴെ കിടന്നോളാന്ന് പറയുമ്പോൾ താഴെ കിടക്കാനോ? മോള് താഴെയൊന്നും കിടക്കണ്ട, ഇവിടെ കിടന്നാൽ മതി. അതെ, താഴെ കിടന്നാലേ തറയിൽ കിടക്കുന്നവള് ഇവിടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ടേ. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ ചിരിക്കുക ഇതൊക്കെ കേട്ട്. തറയിൽ പായ വിരിച്ച് കിടക്കുന്നതാണ് ശീലം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അതൊക്കെ വെറുതെ പറച്ചിൽ മാത്രമാന്നേ. അവസരം കിട്ടിയ ഇവിടെ വന്ന് കയറി കിടക്കും അവള്. ഇതൊക്കെ കേട്ട് രേവതിയെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക ശ്രുതി. ഇവളെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം, കിടത്തേണ്ടടുത്ത് കിടത്തണം. ഇല്ലെങ്കിലേ നാളെ എൻ്റെ തലയിൽ കയറി ഇരിക്കും ഇവളൊക്കെ എന്നും പറഞ്ഞിങ്ങനെ രേവതി ഇങ്ങനെ ഇതാക്കി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. നീ കിടക്കും മോളെ എന്നും പറഞ്ഞ് ശ്രുതിയെ കിടത്താനായിട്ട് നിൽക്കുന്ന അയ്യ വലിയ ചിരിയൊക്കെ ചിരിച്ച് ശ്രുതി ചന്ദ്രമതിയുടെ കൂടെ കയറി അങ്ങ് കിടന്നു. ഈ സമയത്ത് രവിയേട്ടൻ്റെ കൂർക്കം വലി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കൂർക്കം വലി. അപ്പോഴത്തേക്ക് ശ്രുതി എഴുന്നേറ്റ് നോക്കുക. അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി താഴെ കിടന്ന് നമ്മുടെ സജ്ജ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എഴുന്നേറ്റ് തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് സച്ചി അവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എഴുന്നേൽക്കുന്നത് കാണുന്നത്. നീ എഴുന്നേറ്റോ, എടാ ഇവിടെ ഇരിക്കടാ, നീ ഇത് കേൾക്ക്, നല്ല കഥയാടാന്ന് പറഞ്ഞ സച്ചി ആമയും മുയലും കൂടെ ഓട്ടപ്പന്തയം വെച്ച് ഓടാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ സച്ചി അങ്ങ് തുടങ്ങി. ആമയോടിയും മുയലും ഓടിയെന്ന് പറയാം. അച്ഛൻ്റെ കൂർക്കമല്ലി ഒരു വഴിക്ക്, സച്ചിയുടെ കഥ പറച്ചിൽ വേറൊരു വഴിക്ക്. ശ്രുതി തലവഴി പുതപ്പിട്ട് മൂടുന്നു, അങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, കിടക്കാനേ പറ്റുന്നില്ല. അപ്പം ആമയോടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ നമ്മുടെ സച്ചി ഇങ്ങനെ കിടന്നുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ശ്രുതിയാണ് വലിയ ചിരിയൊക്കെ ചിരിച്ച് വന്ന് കയറി വലിയ ആൾ കളിച്ച് കിടന്നതാണ്. പക്ഷേ ചന്ദ്രമതിയുടെ കൂർക്കമലി കൊണ്ട് കിടന്നുറങ്ങാൻ നമ്മുടെ ശ്രുതിക്കും അവധില്ലാണ്ടായിപ്പോയി. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കൂർക്കം വലിക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും എഴുന്നേറ്റ് ഇങ്ങനെ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചു. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ, എപ്പോൾ കേൾക്കാൻ? കൂർക്കം വലിയുടെ ആ ഒരു ഇതും കൊണ്ടൊന്നും കേൾക്കുന്നത്. ചന്ദ്രമതി ഇത് വല്ല അറിയുന്നുണ്ടോ? അപ്പോൾ ശ്രുതി എഴുന്നേറ്റിരുന്നിട്ട് എന്തൊരു കൂർക്കം വലിയാ, ആൻറ്റി ആൻറ്റി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്ക് ഒരൊറ്റ തിരിയലായിരുന്നു ചന്ദ്രമതി. അതും ശ്രുതിയുടെ മേത്തേക്ക് കൈ എടുത്തിട്ട്. അയ്യോ, പേടിച്ച് പോയി ശ്രുതിയെ. ശ്രുതി പിന്നെ ചാടി അങ്ങോട്ടേക്ക് മാറി എന്നും പറഞ്ഞ് മാറിക്കിടന്ന് ഇങ്ങനെ നോക്കുക. വീണ്ടും ചന്ദ്രമതി കൂർക്കം വലി വലി. ഈ സമയത്ത് ശ്രുതി ആണെങ്കിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് അവിടെ അങ്ങനെ ഇരിക്കുക. എൻ്റെ പൊന്നെ, ബുള്ളറ്റിൻ്റെ സൗണ്ടാണെന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ അവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ തറയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുക. എന്നും പറഞ്ഞ് രേവതിയെ നോക്കിക്കൊണ്ട് അതിനും കുശുമ്പെടുത്തോണ്ടിരിക്കുക ശ്രുതി. രേവതി ഉറങ്ങുന്നതിനും കുറ്റമാണെന്നാണ് തോന്നണത്. അങ്ങനെ നമ്മുടെ ശ്രുതി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോഴത്തേക്കും ചന്ദ്രമതി തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, കട്ടിൽ മുഴുവനോടെ എടുക്കാൻ നോക്കുന്നു, ഏതാണ്ട് അപശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുന്നു. നാശം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും അവിടെ കിടക്കാൻ നോക്കി. പക്ഷെ നടക്കുന്നില്ല. ഈ സമയത്ത് അച്ഛൻ അവിടെ കിടന്ന് ഭയങ്കര കൂർക്കം വലി. അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ കിടന്നുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കഥ പറച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല. മുയലിൻ്റെ പുറകെ ആമയോടി, ആമയുടെ പുറകെ മുയലോടി, അതിൻ്റെ പുറകെ ഇതോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒച്ചത്തിൽ. ആമയും മുയലും കൂടെ ഓട്ടം ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇവർ വായിക്കാത്ത പോലും കൂത്തിക്കയറ്റി കൊടുത്തിരുന്നെന്ന് പറഞ്ഞ് ശ്രുതി. എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. സച്ചി അന്നേരം ഈ പായിൽ കിടന്ന് കയ്യും കാലും ഒക്കെ എടുത്താൽ കഥ പറയുന്നത്. അപ്പോഴത്തേക്ക് വന്നിട്ടൊരു തൊഴി വെച്ച് കൊടുക്കണം, പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ. എന്നിട്ട് വാതിലും തുറന്ന് ശ്രുതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു. ആ സമയത്ത് സച്ചി കണ്ണ് തുറന്ന് നോക്കുവാണ്. അവൻ പോയിന്ന് സച്ചിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മുടെ സച്ചി നല്ല സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങും. അവനകത്തൊന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു സച്ചി മുഴുവൻ കാട്ടിക്കൂട്ടിയത്. എന്തായാലും അത് സച്ചി വിജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നാശം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഏറ്റിരുന്ന് നോക്കുക കേട്ടോ. അവസാനം ചന്ദ്രമതിയുടെ മുഖത്ത് തലേണ്ണ എടുത്ത് വെച്ച് ശ്വാസം, അതായത് ഈ ഒച്ച കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്വാസം ഇതാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയെ തലേണ്ണ മുഖത്ത് അമർത്തിയൊക്കെ ഓരോന്നൊക്കെ കാണിക്കുക ശ്രുതി. അങ്ങനെ ചെയ്യാൻ ചെന്ന ശ്രുതിയെ ഒരു ഒറ്റ ഏറായിരുന്നു നമ്മുടെ ചന്ദ്രമതി എടുത്ത്. ശ്രുതി ഞെട്ടിപ്പോൾ ഉറക്കത്തിലും നിലയ്ക്ക് ബോധമുണ്ട്. പക്ഷേ
ഇങ്ങനെ കിടന്ന് കാണിക്കുകയാണെന്ന് എന്തെങ്കിലും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾപ്പിക്കാട്ടോ നമ്മുടെ ചന്ദ്ര. എന്നിട്ട് 2 കൈയും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ഉറക്കവും പോയി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള കലിപ്പിൽ ശ്രുതി ഇരിക്കാം. അപ്പോൾ രേവതിക്ക് ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് ഉറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. ചന്ദ്രമതി ആണെങ്കിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾപ്പിക്കുക കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ചെവി പൊത്തണോന്നൊന്നും അറിയില്ല. ഈ ബുള്ളറ്റ് ഓഫ് ആവില്ല, ഇവിടെ കിടന്ന് എനിക്ക് ഉറങ്ങാനും പറ്റില്ല, നാശം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ എന്നാ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എഴുന്നേറ്റ് താഴേക്ക് പോകും. അപ്പോൾ ശ്രുതി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുക. പുറകിലൂടെ ചെന്നിട്ട് ശ്രുതിയെ വിളിച്ചപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നെ ഞാനാ എന്നും പറഞ്ഞ് ശ്രുതി പറയുമ്പോൾ നീയോ എൻ്റെ ശ്രുതി, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല നീ എന്താ ഇതൊക്കെ വാരിയെടുത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ശ്രുതിയുടെ അമ്മ എന്നെ ഉറങ്ങാൻ വിടണ്ടേന്ന് ചോദിച്ചു. അല്ല അമ്മ നിന്നെ എന്താ ചെയ്തേ? എന്തൊരു കൂർക്കബലിയാണെന്ന് അറിയാവോ? അയ്യോ അവരുടെ കൂടെ പോയി കിടക്കുന്നതിനേക്കാളും നല്ലതേ വല്ല റെയിൽവേ പ്ലാറ്റ്ഫോമിലും പോയി കിടക്കുന്നതാണെന്ന് ശ്രുതി. ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ സഹിക്കാം, ഇത് സഹിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നോ, എന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അല്ല ശ്രുതി എന്താ ഇവിടെ വന്നിരിക്കുന്നേന്ന് ചോദിച്ചു. ഉറക്കമൊന്നും വരുന്നില്ലേ? അതോ സച്ചി ഇല്ലേ, അവൻ ഓരോരോ കഥകൾ പറഞ്ഞ് ഞാൻ ഉറങ്ങാനേ വിടുന്നില്ല. അവൻ കരുതി കൂട്ടി ചെയ്യുന്ന ഇതൊക്കെ ഞാൻ ഉറങ്ങാതിരിക്കാനെന്ന് പറയുമ്പം നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തിയല്ലേ, എന്തൊരു കഷ്ട സുധി ഇത്. എൻ്റെ ദൈവമേ, നമുക്ക് റൂം കിട്ടിയെന്ന് ഞാൻ കരുതിയതായിരുന്നു, എല്ലാം പോയി. നമുക്ക് ഈ അവസ്ഥ വരാൻ കാരണം സച്ചി ഒരുത്തനാണെന്നും പറഞ്ഞുകൊണ്ട് സുധി വീണ്ടും ആ രീതിയിൽ സംസാരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നും പറഞ്ഞിരിക്കും ശ്രുതി. അപ്പോൾ ഇവിടെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെന്ത് ചെയ്യാനാ, എവിടെയാണെങ്കിലും ഒന്ന് കിടന്നല്ലേ പറ്റുള്ളൂ എന്ന് ശ്രുതി ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇത് ശരിയാവില്ല, എന്നും ഇവിടെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം, വാ ഇപ്പം കിടക്കാം, ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കും, വാ എന്നും പറഞ്ഞ് എവിടെ കിടന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ ചെന്ന് പായും വിരിച്ചു, ഇങ്ങനെ ഷീറ്റും വിരിച്ചു. എന്നിട്ട് അതിനകത്ത് കയറി കിടക്കുക 2 പേരും കൂടെ. ശ്രുതി ഉറങ്ങി, പക്ഷേ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി. നമ്മുടെ സച്ചി അടുക്കളയിൽ കയറി രേവതിക്ക് വയ്യാത്തത് കൊണ്ട് കഞ്ഞിയൊക്കെ വെക്കുക. അങ്ങനെ അടുക്കളയിൽ കയറി കഞ്ഞിയും ഇതൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ രേവതി പതുക്കെ തീരെ വയ്യാതെ ഇങ്ങനെ എഴുന്നേറ്റ് ഇറങ്ങി വരുക. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക കേട്ടോ രേവതിയെ, ഒരുമാതിരി പരിഹസിച്ചുള്ള നോട്ടം. രേവതിയാണെങ്കിൽ അനങ്ങാൻ പോലും മേലാതെയാ പതുക്കെ ഇറങ്ങി വരുന്നത്. മഹാറാണി എഴുന്നേറ്റു അല്ലേ എന്ന് ചന്ദ്ര. കുറച്ചു നേരം കൂടി ഉറങ്ങിയിട്ട് എഴുന്നേറ്റാ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനും രേവതിയെ കുറ്റം പറയുമോ? ക്ലോക്കിൽ നോക്കടി, ഇപ്പോൾ സമയം എത്രയായെന്ന് നോക്കടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വഴക്ക് പറയുമ്പോൾ അമ്മ എന്താ അമ്മയുടെ പ്രശ്നമെന്ന് ചോദിച്ചു. എന്താ പ്രശ്നമെന്നോ? നീ മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങിയാ ഇവിടെ വല്ലതും ഉണ്ടാക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരുവോടി എന്ന് ചന്ദ്രമതി ചോദിക്കാം. രാവിലെ എഴുന്നേറ്റ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ഇവിടെയുള്ള മറ്റുള്ളവർക്ക് ജോലിക്കൊന്നും പോകണ്ടെന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് വയ്യമ്മേ, നല്ല പനിയുണ്ടെന്ന് രേവതി അന്നേരം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കാൻ വൈകിയെന്ന് പറയുമ്പോൾ പനിയുണ്ടോ? അതുകൊണ്ട് ഇന്ന് ലീവ് വേണോ നിനക്ക്? ലീവ് ലെറ്റർ എഴുതി തരാൻ വേണ്ടിയാണോ ഇപ്പം എഴുന്നേറ്റ് വന്നത് എന്നൊക്കെ ചന്ദ്രമതിക്ക് കളിയാക്കി ചോദിക്കുമ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം, എനിക്ക് ലീവ് ഇല്ലല്ലോ അമ്മയെന്ന് രേവതി ചോദിക്കും. അന്നേരം രാവും പകലും ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നതല്ലേ, വയ്യാത്തത് കൊണ്ടാണ് ഞാനെന്ന് പറയുമ്പോൾ അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കാതെ പോകണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ച് ചന്ദ്രമതി അതിനും കുറ്റം പറയുമ്പോൾ ഒരു ദിവസത്തേക്കല്ലേ അമ്മേ, അവർക്ക് വേണ്ടതൊക്കെ അവരുണ്ടാക്കി കഴിക്കട്ടെ അമ്മയെന്ന് പറയുമ്പം നീ അതാടി ഓർഡർ ഇടുവാണോ? എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അമ്മ ഞാൻ പറഞ്ഞത്. എന്തു വയ്യാഴിക? നീ നന്നായിട്ട് ഉറങ്ങിയിരുന്നല്ലോ. പനിയും വയ്യാഴികയും ഉണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജോലി ചെയ്യാൻ മടിച്ചിട്ടേ നീ ചുമ്മാ കള്ളം പറയരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രേ നീ എന്തിനാ രാവിലെ തന്നെ രേവതിയുടെ മെക്കിട്ട് കയറുന്നത്? ഇവൾ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടില്ല രവിയേട്ടാ? ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടില്ല ഇവള്. എല്ലാവർക്കും വേണ്ടത് അവരവരുണ്ടാക്കി കഴിക്കണമെന്നാണ് ഇവള് പറയുന്നത്. അഹങ്കാരി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുക അച്ഛൻ. അപ്പോൾ രേവതി പറഞ്ഞു, അച്ഛാ എനിക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ മോളുടെ പനി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഗുളിക കഴിച്ചിരുന്നു, എന്നിട്ടും മാറ്റമൊന്നുമില്ല എന്ന് രേവതി പറയുക. ഒരസുഖവും ഇല്ല അവൾക്ക്, അഭിനയിക്കുക അവൾ വെറുതെ എന്നും പറഞ്ഞ് ചന്ദ്ര. ഇവിടെയുള്ളവരൊക്കെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കണം, അതാ ഇവളുടെ മനസ്സിലെന്ന് പറയുമ്പം അവളുടെ മനസ്സിൽ അതായിരുന്നെങ്കിൽ നീയൊക്കെ പണ്ടേ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാകുമടി എന്ന് രവിയേട്ടൻ അന്നേരം ചന്ദ്രയോട് പറഞ്ഞു. ചന്ദ്ര അവൾക്ക് തീരെ വയ്യ, അതുകൊണ്ടാ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് സൂട്ടും കോട്ടൊക്കെ ഇട്ടുകൊണ്ട് മൂത്ത മോനും ഭാര്യയും കൂടെ ഇറങ്ങി വരുന്നത്. വന്നു ഡൈനിങ് ടേബിൾ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല.
അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേന്ന് ചോദിച്ചു. എവിടെ, ഇവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ലേ? നമുക്ക് വേണ്ടത് നമ്മളുണ്ടാക്കി കഴിക്കണമെന്നാണ് ഇവൾ ഓർഡർ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അല്ല രേവതി എന്തോന്നും ഉണ്ടാക്കാതിരുന്നതെന്ന് ശ്രുതി അന്നേരം രേവതിയോട് ചോദിച്ചു. അവൾക്കേ തീരെ വയ്യ ശ്രുതി, നല്ല പനിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഒരു പനിയില്ല, ഫുൾ ടൈം മുറിയിൽ കിടക്കാനുള്ള സൂത്രം ഇതെന്നും പറഞ്ഞ് ചന്ദ്ര പറയുമ്പോൾ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അടുക്കളയിൽ നിന്ന് തലയിൽ ഒരു തോർത്തുകെട്ടൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ചന്ദ്രമതിയുടെ വായ അടഞ്ഞു കേട്ടോ. എന്താ രാവിലെ തന്നെ പ്രശ്നമെന്ന് ചോദിച്ചു. ഇല്ല, ഒരു പ്രശ്നവും ഇല്ലടാന്ന് പറഞ്ഞു. അല്ല നീ എന്താ കയ്യിലും തലയൊക്കെ ആയിട്ട് തോർത്തൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കഞ്ഞി വയ്ക്കുക, രേവതിക്ക് പനിക്കുന്നുണ്ടല്ലോ, അവൾ വേറൊന്നും കഴിക്കില്ലല്ലോ അച്ഛാ, അതുകൊണ്ട് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കാമെന്ന് കരുതിയെന്ന് പറയുമ്പോൾ നിന്റെ ഭാര്യയുടെ വയറ് മാത്രം നിറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾക്കൊന്നും വിശപ്പില്ലല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം മനസ്സിലായില്ല. രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് ഇന്ന് കുറേ നേരമായിട്ട് കിടന്ന് ഉറഞ്ഞു തുള്ളു അവളെന്ന് പറഞ്ഞു രവിയേട്ടൻ. എല്ലാവർക്കും വെച്ച് വിളമ്പാനാണോ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. എന്നും അവളല്ലേ എല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ അമ്മേ ഞാനൊരു ബിസിനസ്മാനാ, ഫുഡ് കഴിക്കാതെ എങ്ങനെ ഞാൻ ഷോപ്പിലേക്ക് പോവുക? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ എൻ്റെ മൈൻഡ് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല എന്ന് ശ്രുതി. ഓയ് ബിസിനസ്മാൻ, ഹലോ, നിനക്ക് കഴിക്കണമെങ്കിലേ നിന്റെ ഭാര്യയോട് വെച്ചുണ്ടാക്കി തരാൻ പറയടാ, രേവതിയോടല്ല പറയേണ്ടതെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അമ്മേ എന്നും പറഞ്ഞ് ശ്രുതിയുടെ ഒരു വിളി. അപ്പം രേവതി അല്ലേ എന്നും കുക്ക് ചെയ്യുക, ആ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല അവൾക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കറക്റ്റ് അവൾക്ക് പരീക്ഷ എഴുതി കിട്ടിയതാണല്ലോ ആ ജോലി അല്ലേ, ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് അവൾ. അല്ല നീ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്? കൂത്തിത്തിരിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ എന്ന് ശ്രുതിയോട് സച്ചി ചോദിക്കുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുക, ചോദിച്ച് മേടിക്കുക കേട്ടോ. എല്ലാം താൽക്കാലം ഇപ്പോൾ ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ല, വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളണം, അവൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പം സുഖമില്ല, അങ്ങനെ പറഞ്ഞാൽ എല്ലാം അങ്ങ് തീർന്നല്ലോ അല്ലേ. ഇപ്പം ആരെങ്കിലും പൂ വേണമെന്ന് പറഞ്ഞാൽ അതും എടുത്തോണ്ട് അവൾ പോകുമല്ലോ, അവളുടെ അമ്മ വിളിച്ച ആ സമയം കുതിച്ചു പറഞ്ഞ് അവൾ പോകുമല്ലോ. വീട്ടിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറഞ്ഞാൽ സുഖമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പം ചന്ദ്രൻ നിനക്കത്തെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു രവിയേട്ടൻ. അവൾക്ക് തീരെ വയ്യെന്നല്ലേ പറഞ്ഞത്, അവളിന്ന് അടുക്കളയിൽ കയറണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിരിക്കുക കേട്ടോ ചന്ദ്രമതി. ആട്ടെ, നീ എല്ലാവർക്കും വേണ്ടുന്ന ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ എന്താ, എല്ലാത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവളിങ്ങനെ കിടന്ന് ആടുന്നത് എന്നൊക്കെ പറയുമ്പം അവൾ ആടുന്നൊന്നും ഇല്ലല്ലോ, സ്റ്റഡി ആയിട്ട് തന്നെയല്ലേ അവിടെ നിൽക്കുന്നതെന്ന് സച്ചി അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. എന്നും പറഞ്ഞ് സുധി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും വന്നു. എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ എന്നും ചോദിച്ചു. നീ എന്തറിഞ്ഞു വർഷേ, ഇന്ന് നമുക്ക് ആർക്കും ഇവിടെ ഭക്ഷണമില്ല, ഇവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അവൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചത് തന്നെ എന്ന് പറഞ്ഞ് സച്ചി നിൽക്കുക. അപ്പോൾ എന്താ ഏട്ടത്തി പറ്റിയെന്ന് ചോദിച്ചു ശ്രീകാന്ത്. രേവതി മോൾക്ക് നല്ല പനിയുണ്ട്, അവൾക്ക് തീരെ വയ്യടാന്ന് പറഞ്ഞു. അയ്യോ പനി മാറിയില്ലേ എന്ന് ചോദിച്ചു വർഷ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടോ. അപ്പോഴേക്കും അയ്യോ രേവതി ചേച്ചിക്ക് നല്ല ചൂടുണ്ടല്ലോ, പനി മാറിയിട്ടില്ല എന്ന് വർഷയും പറഞ്ഞു കേട്ടോ. എന്തിനാ ചേച്ചി പിന്നെ ഇപ്പം എഴുന്നേറ്റ് വന്നേ, ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വർഷ രേവതിയോടെ. ആ ഒരു സമയത്ത് ഈ സമയം വരെ റെസ്റ്റ് എടുക്കാമായിരുന്നല്ലോ, നീ ഇങ്ങനെ പറഞ്ഞ അവൾ വൈകുന്നേരം വരെ മുറിയിൽ കിടന്നങ്ങ് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ചന്ദ്രമതി. അതിനിപ്പോൾ എന്താ, ഏട്ടത്തി ഉറങ്ങിക്കോട്ടെ, ഏട്ടത്തിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. ആൻറ്റി പാവം കഷ്ടമുണ്ട് കേട്ടോ, ചേച്ചി വർക്ക് ചെയ്യുന്നത് കണ്ടു നിന്നാൽ തന്നെ ഞാൻ ടയേർഡാകും, ചേച്ചി ഇതുവരെ വിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വയ്യാത്തത് കൊണ്ടല്ലേ എന്ന് വർഷ ചോദിച്ചു. ചേച്ചി പോയി കിടക്കുന്നു പറഞ്ഞുകൊണ്ട് വർഷ രേവതിയോട് പോയി കിടക്കാൻ പറഞ്ഞു. ചന്ദ്രമതിക്ക് അതൊന്നും അങ്ങ് പിടിച്ചില്ല കേട്ടോ. അപ്പോൾ അച്ഛാ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാതെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ഇത് വല്ലാത്തൊരു ചതിയായി പോയെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ രേവതി തന്നെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നിയമമൊന്നും ഈ വീട്ടിലില്ല, വേറെയും 2 മരുമക്കളുണ്ടല്ലോ, നിന്റെ പുന്നാര അമ്മയുണ്ടല്ലോ ഇവിടെ, അവൾ കയറി ഉണ്ടാക്കട്ടെ, അതിനെന്താ കുഴപ്പമൊന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും അയ്യോ അങ്കിളെ, എനിക്ക് പാചകം ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ഷെഫിനെ കല്യാണം കഴിച്ചതെന്ന് വർഷ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചന്ദ്ര ചോളിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണല്ലേ നീ എന്നെ വിവാഹം കഴിച്ചതെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അതുകൊണ്ട് മാത്രമല്ല, അതും ഒരു റീസൺ ആണ് എന്ന് വർഷ ഇങ്ങനെ പറഞ്ഞു. ചന്ദ്രമതിക്ക് അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. ആൻറ്റി നോക്ക്, ഞങ്ങൾ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം, ചേച്ചി പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വർഷ. ശ്രീകാന്ത് നമുക്ക് പോകാമെന്നും പറഞ്ഞു വർഷയും ശ്രീകാന്തും കൂടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പം അച്ഛാ പാർലർ ഏട്ടത്തിയോട് എന്തെങ്കിലും വന്ന് ഉണ്ടാക്കാൻ പറ, ഒരു ഉളുപ്പുമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ അങ്ങ് വന്ന് ഇരുന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുമ്പം എന്നും പറഞ്ഞിരിക്കുക നമ്മുടെ ചന്ദ്ര. അയ്യോ എനിക്കിപ്പോൾ ടൈമില്ല അങ്കിളെ, ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്യാനുണ്ട്, പെട്ടെന്ന് തന്നെ എനിക്ക് പോകണം, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാവേ, അപ്പോൾ വാ ശ്രുതി എന്നും പറഞ്ഞ് ഇവർ പോകാൻ ഇറങ്ങുമ്പോൾ ശ്രുതി അവിടെ നിൽക്കുക, ഇവളുടെ വിചാരം ഇവൾ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടക്കുമെന്നാ,
ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് ഭക്ഷണമെന്ന് അമ്മ പറയുമ്പോൾ അയ്യോ വേണ്ട അമ്മേ, ഇപ്പോഴാ ബിസിനസ് തുടങ്ങിയത്, ഒരു സെക്കൻഡ് പോലും കളയാൻ പറ്റത്തില്ല എന്ന് ശ്രുതി. ആ അതെ ആൻറ്റി, അതെ അതെ എന്ന് പറഞ്ഞു ശ്രുതി. ദിവസം ചെറിയ വരുമാനം കിട്ടുന്നവർക്ക് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. ഞങ്ങളുടെ ടൈമേ അത്രയ്ക്ക് വിലപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ തട്ടി വിടുമ്പോൾ പിന്നെ 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 എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ശ്രുതി പറഞ്ഞത് വളരെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണല്ലോ, ഡെയിലി തന്നെ ലക്ഷങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും കഴിയില്ല, ടൈമും കളയാൻ പറ്റത്തില്ലമ്മേ. ശ്രുതി ബാ നമുക്ക് പോകാം. അച്ഛാ ഞങ്ങൾ പോവുകയാണ്, പോട്ടെ വേഗം വേഗം എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് തടി ഊരി പോകുമ്പോൾ അച്ഛാ ഇത്രയും നാൾ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയവനാ, രണ്ടിൻ്റെ അഹങ്കാരം കണ്ടില്ലേ, ഇങ്ങനെ അഹങ്കാരം കാണിച്ചാലേ അവൻ്റെ കോട്ടഴിക്കാൻ സാധ്യതയുണ്ടെന്ന് സച്ചി പറഞ്ഞു. അവൻ അഹങ്കാരം കാണിച്ച നിനക്ക് എന്താടാ, അവനിപ്പോൾ വലിയ ബിസിനസ്മാൻ അല്ലേടാ, അല്ലാതെ നിങ്ങളെപ്പോലെ ഡ്രൈവിങ്ങും പൂവിൽപ്പനയും ഒന്നും അല്ല അവൻ്റെ ജോലിയെന്നും പറഞ്ഞ് സച്ചിയെയും രേവതിയെയും ചന്ദ്രമതി കളിയാക്കുന്നു, അല്ലെ കൊച്ചാക്കി സംസാരിക്കുന്നു. വീട്ടിലുള്ള 4 പേരും ഒന്നും കഴിക്കാതെ പോയി, ഞങ്ങളൊന്നും കഴിക്കുന്നില്ല, നീയും നിന്റെ ഭർത്താവ് മാത്രം വയറ് നിറയെ വെട്ടി വിഴുങ്ങ് പോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് പറയുന്നു. രേവതി ഒന്നും മിണ്ടാതെ പതുക്കെ അവിടെ നിന്ന് നടന്നു പോയി. രേവതി നീ പോയി കിടക്കാൻ പറഞ്ഞു. ഇതൊക്കെ എൻ്റെ വിധിയാ സച്ചേട്ടാ, ഇട്ട് മൂടാനുള്ളത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് രേവതി സച്ചിയോട് അന്നേരം പറയുന്നു. ഇതൊക്കെ കേട്ട് ഒരു ഇതും ഇല്ലാതെ നമ്മുടെ രവിയേട്ടൻ അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ രേവതി എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്ന് ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പം ചന്ദ്രെ, കുറച്ചെങ്കിലും മനസാക്ഷി വേണോടി നിനക്ക്, അവൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവൾ ചെയ്യുമായിരുന്നില്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കും കേട്ടോ. ഇതൊക്കെ രേവതിയുടെ തെറ്റാണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന എല്ലാ ജോലിയും അവൾ ചെയ്തു കൊടുത്ത് ശീലമാക്കി, അതാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവളെ പറഞ്ഞാൽ മതി, വേറെ ആരും ഇതിനകത്ത് പറയണ്ട. അച്ഛാ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടത് അവൾ ഉണ്ടാക്കി തരും, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടതേ അവരവരുണ്ടാക്കി കഴിച്ചോട്ടെ എന്നും സച്ചി പറയുവാണ്. രേവതി ഒന്നും വെച്ച് വിളമ്പി കൊടുക്കില്ല എന്നും സച്ചി ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ചാടി അങ്ങ് എഴുന്നേറ്റു. ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്നും ചോദിച്ചു. അവനെ കൊണ്ട് നീ ഇതൊക്കെ പറയിപ്പിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു രവിയേട്ടൻ. ആദ്യം നിന്നിട്ട് വാ മൂടി വെക്കാം, എങ്കിൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ പറഞ്ഞു. വായടച്ചിരിക്കേണ്ടി വരും, ഇവിടെ കഴിക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാ കുറ്റവും എനിക്കാ, മരുമോൾക്ക് പിന്നെ ഒരു കുറ്റവും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ കിടന്ന് തുള്ളുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ചന്ദ്രമതി ഇങ്ങനെ ഉറഞ്ഞു തുള്ളി അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ രേവതി അടുക്കളയിൽ ചെന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചി ഇത് കണ്ടുകൊണ്ട് ചെന്നു. രേവതി എന്നും പറഞ്ഞൊരു ഒറ്റ വിളിയായിരുന്നു. രേവതി നോക്കുമ്പോൾ സച്ചി തുള്ളിച്ചാടി ഇങ്ങോട്ട് കയറി വന്നു. രേവതി നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി കഴിച്ച പാത്രം ആരും കഴുകി വെച്ചിരുന്നില്ല എന്നും പറഞ്ഞ് രേവതി അത് കഴുകാൻ നോക്കുക. ഞാനതൊക്കെ കണ്ടതാ, അതെന്തിനാ വയ്യാണ്ടിരിക്കുമ്പോൾ നീ കഴുകുന്നത്, വേണമെങ്കിൽ അവർ കഴുകട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ രേവതി തൊട്ട് നോക്കിയപ്പോൾ ചുട്ടു പൊള്ളുന്ന പനിയുണ്ട് രേവതിക്ക്. ഗുളിക കഴിച്ചിട്ടും പനിയൊന്നും മാറിയില്ലല്ലോ, നല്ല ചൂടുണ്ടല്ലോ എന്ന് പറയുമ്പം എന്ന് പറഞ്ഞ് നിൽക്കുക ഇങ്ങനെ ഭയങ്കര ക്ഷീണത്തോടെ. നീ എന്താ എന്നെ രാത്രി വിളിക്കാതിരുന്നേ, ഹോസ്പിറ്റലിൽ പോകത്തില്ലായിരുന്നു ചോദിക്കുമ്പം പനിയൊക്കെ മാറിക്കോളും സച്ചേട്ടാന്ന് പറഞ്ഞ് പാത്രം കഴുകാൻ നോക്കുക രേവതി. ഹോസ്പിറ്റലിൽ പോയേ പറ്റുമെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട സച്ചേട്ടാ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, അച്ഛനും അമ്മയ്ക്കും കഴിക്കണ്ടേ എന്ന് പറഞ്ഞു രേവതി. അപ്പം ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്, അച്ഛൻ അത് കഴിച്ചോളും, അമ്മയ്ക്ക് വേണ്ടത് അമ്മ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞു. നീ കൈ കഴുകിയിട്ട് ഡ്രസ്സ് മാറി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അല്ല സച്ചേട്ടൻ ഞാനൊന്ന് പറയട്ടെ, നീ ഇപ്പോൾ ഒന്നും എന്നോട് പറയണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം വരാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നോക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.